നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഫിഷിംഗ് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. സിൽവർ ലൈൻ പദ്ധതിക്ക് കേരളം വീണ്ടും അനുമതി തേടി. സപ്ലൈകോയിൽ വിൽക്കുന്നത് 30% വരെ വിലക്കുറവിൽ. മന്ത്രി GR അനിൽ. അർബുദ അതിജീവിതർ പ്രതിസന്ധികൾ നേരിടാൻ സമൂഹത്തിന് പ്രചോദനം. മുഖ്യമന്ത്രി. സിഗ്നൽ കേബിൾ മുറിച്ച സംഭവം 2 പേർ അറസ്റ്റ്. മൊയാരത്ത് ശങ്കരൻ സ്മാരക പുരസ്കാരം ഡോക്ടർ തോമസ് ഐസക്കിന് സമ്മാനിച്ചു. ഇത്തവണ കള്ളൻ പിടി. അവന്തികയ്ക്ക് മന്ത്രി സമ്മാനിച്ച സൈക്കിൾ കണ്ടെത്തി. കാർബൺ നെറ്റ് സീറോ പദ്ധതി ഇലക്ട്രിക് സ്കൂട്ടർ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളത്തിന് സ്വപ്ന വികസന പദ്ധതിയായ സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിക്ക് അനുമതി നൽകണമെന്ന് കേരളം വീണ്ടും ആവശ്യപ്പെട്ടു. ബജറ്റിന് മുന്നോടിയായി ഡൽഹിയിൽ ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യം ഉന്നയിച്ചത്. സംസ്ഥാനത്തിന് 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിന് തുടർച്ചയായാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ ആവശ്യകത മന്ത്രി വീണ്ടും ഉന്നയിച്ചത്. നിലവിലെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ 2 വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കേരളത്തിന് വർദ്ധിച്ചു വരികയാണ്. നിലവിലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കുറ്റമറ്റ നിലയിൽ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റാൻ റെയിൽവേക്ക് സാധ്യമാവാത്ത സാഹചര്യമാണ്. അർദ്ധ അതിവേഗ പാതയുടെ നിർമ്മാണത്തിൻ്റെ ആവശ്യകത ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പുതിയ തലങ്ങളിലേക്കുള്ള വളർച്ചയ്ക്ക് സിൽവർ ലൈൻ പദ്ധതിക്കുള്ള എല്ലാ അനുമതികളും ലഭിക്കണം. നിലവിലുള്ള റെയിൽവേ സംവിധാനങ്ങളും പരിമിതമാണ്. ഇവ മെച്ചപ്പെടുത്തിയതിനുള്ള പദ്ധതികളും വേണം. കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ ഓടിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മന്ത്രി ഉന്നയിച്ചു. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ധീരതയോടെ മറികടന്ന് മുന്നോട്ടു പോകുവാൻ ഓരോ മനുഷ്യനും നാടിനാകെയും പ്രചോദനമാകുന്നതാണ് അർബുദത്തെ അതിജീവിച്ചവരുടെ സംഗമമായ അമൃതം 2024 എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തലശ്ശേരി നഗരസഭ ടൗൺ ഹാളിൽ നടന്ന അമൃതം 2024 അർബുദത്തെ അതിജീവിച്ചവരുടെ സംഗമം ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർബുദത്തെ അതിജീവിച്ചവർക്ക് അവരുടെ അനുഭവങ്ങളും സന്തോഷവും പങ്കുവയ്ക്കുവാനുള്ള വേദിയായിട്ടും അർബുദ ചികിത്സ തേടുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഉപാധിയായിട്ടും അമൃതം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. അതിജീവനം ഉറപ്പാണെന്ന സന്ദേശം പകർന്നു നൽകിയവരാണ് ഓരോ അർബുദ അതിജീവിതരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ നിലയ്ക്ക് ഓരോ മനുഷ്യനും ഏത് പ്രതിസന്ധിയെയും സധൈര്യം നേരിടാനുള്ള ഊർജവും ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷാ നിർഭരമായ സന്ദേശവും പകർന്നു നൽകുന്നവരാണ് അതിജീവിതരെന്നും അദ്ദേഹം പറഞ്ഞു. 2001 MCC സ്ഥാപിക്കപ്പെട്ടത് മലബാർ മേഖലയിലുള്ള അർബുദ രോഗികൾക്ക് വലിയ ആശ്വാസമായി മാറി. ഇന്ന് കേരളത്തിലെ അർബുദ ചികിത്സയിലും ഗവേഷണത്തിലും അവയുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിലും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമായി MCC മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിജീവിതരുടെ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന സായുജ്, ആരോഗ്യ പ്രവർത്തകരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സമർപ്പൺ എന്നീ പുസ്തകങ്ങൾ സ്പീക്കർ AN ഷംസീറിന് നൽകി കഥാകൃത്ത് T പത്മനാഭൻ പ്രകാശനം ചെയ്തു. തന്റെ ജീവിതയാത്രയിൽ ബാധിച്ച രോഗങ്ങളും അതിനെ അതിജീവിച്ചതിനെയും പറ്റിയുള്ള അനുഭവങ്ങൾ T പത്മനാഭൻ വേദിയിൽ പങ്കുവച്ചു. ഏത് ആതുരാലയത്തിലും ചികിത്സക്കപ്പുറം വേണ്ടത് ദയയും അനുകമ്പയും സഹകരണവുമാണെന്നും അതല്ലാതെ കേവലം മരുന്നുകൊണ്ട് മാത്രം രോഗം മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഭാഷണം ശ്രവിച്ചാൽ തന്നെ രോഗത്തിന്റെ 3/4 ഭാഗവും മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർമാർ മുതൽ സ്വീപ്പർമാർ വരെ MCCയുടെ വിജയത്തിന് അങ്ങേയറ്റം ത്യാഗബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ക്യാൻസർ സെന്റർ, ജില്ലാ പഞ്ചായത്ത്, തലശ്ശേരി നഗരസഭ, കണ്ണൂർ ജില്ലാ ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യം എന്നിവരുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പത്മശ്രീ അവാർഡ് ജേതാവ് മേളപ്രമാണി പെരുവനം കുട്ടന്മാരാരും സംഘവും അതിജീവിതർക്കായി താളമേളങ്ങളുടെ വിരുന്നൊരുക്കി. രോഗമുക്തി നേടിയവരുടെയും സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ അതിജീവിതരും അവരുടെ കുടുംബാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ 2500ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. മൊയാരത്ത് ശങ്കരൻ സ്മാരക ഫൗണ്ടേഷനും ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററും ചേർന്ന് ഏർപ്പെടുത്തിയ മൊയാരത്ത് ശങ്കരൻ സ്മാരക പുരസ്കാരം ഡോക്ടർ തോമസ് ഐസക്കിന് സ്പീക്കർ AN ഷംസീർ സമ്മാനിച്ചു. കണ്ണൂർ മൊയാരത്ത് ശങ്കരൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി. പുല്ലായി കൊടിചന്ദ്രൻ അധ്യക്ഷനായി. ഡോക്ടർ തോമസ് ഐസക് അവാർഡ് ഏറ്റുവാങ്ങി സംസാരിച്ചു. വെള്ളോറ രാജൻ, M ബാലൻ, മൊയാരത്ത് ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. PK ബൈജു സ്വാഗതവും CP രാജൻ നന്ദിയും പറഞ്ഞു. നവീകരിച്ച സയൻസ് പാർക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച ജില്ലാ പഞ്ചായത്ത് സയൻസ് പാർക്ക് പ്രദർശന വസ്തുക്കളുടെ ഉദ്ഘാടനം പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങളിലും ശാസ്ത്ര അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി 10 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നത്. ഏകദേശം 100ഓളം പ്രദർശന വസ്തുക്കളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. 8 മുതൽ +2 വരെ ക്ലാസുകളിലെ ഫിസിക്സ്, കണക്ക് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളും 3D ഷോകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. ഞായറാഴ്ചകളിൽ ഗ്രൂപ്പായി സന്ദർശകർ എത്തുകയാണെങ്കിൽ സയൻസ് പാർക്ക് തുറന്നു നൽകും. മുതിർന്നവർക്കും കുട്ടികൾക്കും 3D കന്നഡ ഫീ ഉൾപ്പെടെ പ്രവേശന ഫീസ് യഥാക്രമം 50 രൂപ, 40 രൂപ എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ശാസ്ത്ര ക്വിസ് മത്സരവും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ T ഗംഗാധരൻ മാസ്റ്റർ, DDE ഇൻചാർജ് AS ബിജേഷ്, സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളത്ത്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് KV മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. സപ്ലൈകോയിൽ എല്ലാ ഉൽപ്പന്നങ്ങളും 5 മുതൽ 30% വരെ വില കുറച്ചാണ് വിൽക്കുന്നതെന്ന് മന്ത്രി GR അനിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 13 സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന സ്ഥാപനമാണ് സപ്ലൈകോ എന്ന തരത്തിൽ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും വ്യാജ പ്രചാരണം നടത്തുകയാണ്. ഇതോടെ സപ്ലൈകോയുടെ വിൽപ്പന കുറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മൂലം ചില സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ 7-9 ഇനം ഉൽപ്പന്നങ്ങൾ സപ്ലൈകോയിൽ ലഭ്യമാണ്. തെറ്റായ പ്രചാരണങ്ങളെ തുടർന്ന് ഉൽപ്പന്നങ്ങൾ മുൻകാലങ്ങളിലേതുപോലെ കടമായി വാങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇതാണ് പഞ്ചസാര ലഭ്യതയിലടക്കം സംഭവിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ പഞ്ചസാര ലഭ്യമാക്കും. 41 രൂപയ്ക്ക് വാങ്ങുന്ന അരി സപ്ലൈകോ 30 രൂപയ്ക്കാണ് കെയറൈസ് എന്ന പേരിൽ വിതരണം ചെയ്യുന്നത്. 26 ലക്ഷം കുടുംബങ്ങളാണ് കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ കെയറൈസ് വാങ്ങിയത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മെയ് മാസത്തിലെ കുടിശ്ശികയാണ് കർഷകർക്ക് നൽകാനുള്ളത്. ഇതു സംബന്ധിച്ച് ബാങ്കുമായി ചർച്ച നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തുക ലഭിക്കാനുണ്ട്. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതും കുറയ്ക്കുന്നതും നോക്കിയല്ല സംസ്ഥാന സർക്കാർ നെല്ലിന് സബ്സിഡി നൽകുന്നത്. സംസ്ഥാന സർക്കാർ നെൽകർഷകന് 28 രൂപയുടെ ഗ്യാരണ്ടി ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വടകര പൂവാടൻ ഗേറ്റിന് സമീപം റെയിൽവേയുടെ സിഗ്നൽ കേബിൾ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ 2 പേരെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശികളായ മനോവർ അലി, അബ്ബാസ് അലി എന്നിവരെയാണ് RPF അറസ്റ്റ് ചെയ്തത്. ജില്ലാ CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വടകര പരവന്തല വാടക വീട്ടിൽ താമസിച്ച് ആക്രി കച്ചവടം ചെയ്യുന്നവരാണിവർ. മുറിച്ച 12 മീറ്ററോളം കേബിളുകൾ ഇവരിൽ നിന്നും കണ്ടെടുത്തു. അബ്ബാസ് അലിയാണ് ആക്രി കച്ചവട ഉടമ. മനോവർ അലിയാണ് കേബിൾ മുറിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 5:30-നാണ് വടകരയ്ക്കും മാഹിക്കും ഇടയിൽ സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരം റെയിൽവേക്ക് ലഭിക്കുന്നത്. റെയിൽവേ കൺട്രോളർ റൂമിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ RPF നടത്തിയ പരിശോധനയിലാണ് അടിപ്പാത നിർമ്മിക്കുന്ന പൂവാടൻ ഗേറ്റിൽ സിഗ്നൽ കേബിളുകൾ മുറിച്ചു മാറ്റിയത് കണ്ടത്. സമീപ പ്രദേശത്ത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ട മനോവർ അലിയെ ചോദ്യം ചെയ്തപ്പോൾ 5 മീറ്ററോളം സിഗ്നൽ കേബിൾ ഇയാളിൽ നിന്ന് ലഭിച്ചു. നേരത്തെ മുറിച്ച 7 മീറ്ററോളം കേബിൾ പരവന്തലയിലെ ആക്രി കടയിൽ RPF പരിശോധിച്ചു കണ്ടെത്തി. ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. സിഗ്നൽ വിച്ഛേദിക്കപ്പെട്ടതോടെ മലബാർ എക്സ്പ്രസ് അടക്കമുള്ള 10ഓളം ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിലായി മണിക്കൂറുകളോളം പിടിച്ചിടേണ്ടി വന്നു. കോഴിക്കോട് RPF ഇൻസ്പെക്ടർ ഉപേന്ദ്രകുമാർ, വടകര RPF SI TM ധന്യ, കോൺസ്റ്റബിൾമാരായ അബ്ദുൾ മജീദ്, സിരാജ് K മേനോൻ, K സജിത്ത്, മനോഹരൻ എന്നിവരാണ് അന്വേഷക സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവന്തികയ്ക്ക് മന്ത്രി സമ്മാനിച്ച സൈക്കിൾ മോഷ്ടിച്ച വിരുദ്ധൻ പിടിയിൽ. സൈക്കിൾ മോഷണം പോയെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ച് ഇമെയിൽ അയച്ച CG അവന്തികയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിച്ച സൈക്കിളാണ് വെള്ളിയാഴ്ച പുലർച്ചെ പാലാരിവട്ടത്തെ വാടക വീട്ടിൽ നിന്ന് മോഷണം പോയത്. സൈക്കിൾ മോഷ്ടിച്ച ഷാജിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മോഷ്ടിച്ച സൈക്കിൾ ഇയാൾ പൊന്നുരുന്നി റെയിൽവേ ഷെഡിംഗ് യാർഡിന് സമീപമുള്ള ആൾക്ക് വിറ്റിരുന്നു. അവിടെ നിന്നും പോലീസ് സൈക്കിൾ കണ്ടെടുത്തു. സൈക്കിൾ അവന്തികയ്ക്ക് തിരിച്ചറിഞ്ഞെന്ന് പോലീസ് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ അവന്തിക അച്ഛൻ ഗിരീഷ് കടയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് സൈക്കിൾ കാണാതായത് അറിയുന്നത്. തുടർന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സമീപത്തെ CCTV പരിശോധിച്ചതിൽ നിന്നും പുലർച്ചെ 4:38-ന് ഒരാൾ സൈക്കിൾ എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ തവണ സൈക്കിൾ നഷ്ടപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ദിവസം മന്ത്രിക്ക് അവന്തിക ഇമെയിൽ അയക്കുകയായിരുന്നു. വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ജൂൺ 2-ന് എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള വാർത്താസമ്മേളന വേദി വെച്ച് മന്ത്രി പുതിയ സൈക്കിൾ സമ്മാനിക്കുകയായിരുന്നു. എറണാകുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ അവന്തിക അതേ സ്കൂളിൽ തന്നെ +2-ന് ചേർന്നു. പച്ചക്കറി കട നടത്തുന്ന ഗിരീഷിൻ്റെയും നിഷയുടെയും മകളാണ് സഹോദരൻ CG അനീഷ്.
കാർബൺ നെറ്റ് സീറോ പദ്ധതിയുടെ ഭാഗമായുള്ള ഇലക്ട്രിക് സ്കൂട്ടർ വിതരണം ചെയ്തു. കണ്ണൂർ APJ ലൈബ്രറിക്ക് CSR ഫണ്ട് മുഖേന ലഭിച്ച ഇലക്ട്രിക് സ്കൂട്ടർ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി APJ ലൈബ്രറി ഭാരവാഹികൾക്ക് കൈമാറി. ലൈബ്രറി സെക്രട്ടറി PK വൈജു, KV തമ്പാൻ, EK സിറാജ് എന്നിവർ സംസാരിച്ചു. CSR ഫണ്ട് മുഖേന 50% സബ്സിഡി ഇലക്ട്രിക് സ്കൂട്ടർ ലഭ്യമാകാൻ കണ്ണൂർ തെക്കി ബസാറിലെ APJ അബ്ദുൽ കലാം ലൈബ്രറിയിൽ അപേക്ഷ നൽകാം. KV രഘുനാഥൻ മാസ്റ്റർ അനുസ്മരണം നാളെ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ പ്രമുഖനായ KV രഘുനാഥനെ ഞായറാഴ്ച അനുസ്മരിക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനുസ്മരണ പരിപാടി രാവിലെ 10 സയൻസ് പാർക്കിൽ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. T ഗംഗാധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. രഘുനാഥൻ മാസ്റ്ററുടെ സഹപ്രവർത്തകരും വിവിധ സംഘടനാ പ്രതിനിധികളും അനുസ്മരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചതിന് ചിന്മയ സ്കൂളിന് 20,000 രൂപ പിഴ. സ്കൂൾ ക്യാമ്പസിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിച്ചതിനും തരംതിരിക്കാതെ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും കണ്ണൂർ ചാല ഗോവിന്ദഗിരിയിലെ ചിന്മയ സ്കൂൾ സമുച്ചയത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് പിഴ ചുമത്തി. ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡും നഗരസഭ ആരോഗ്യവകുപ്പും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് സ്കൂൾ ക്യാമ്പസിൽ 3 സ്ഥലങ്ങളിലായി പതിവായി പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കണ്ടെത്തിയത്. പരിശോധനയ്ക്കെന്ന സമയത്ത് അനുമതിയില്ലാത്തതും അപകടാവസ്ഥയിലുള്ളതുമായ ഇൻസിനറേറ്ററും പ്ലാസ്റ്റിക് കത്തിക്കുന്നതുമായി സ്ക്വാഡ് കണ്ടെത്തി. ക്യാമ്പസിലെ 2 ഹോസ്റ്റലുകളിൽ നിന്നും ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് കൈമാറിയിരുന്നില്ല. ഭക്ഷണശാലയിൽ നിന്നുള്ള അജൈവ മാലിന്യങ്ങൾ തുറസായ സ്ഥലത്ത് കെട്ടിയുണ്ടാക്കിയ നിർമ്മിതിയിൽ നിക്ഷേപിക്കുന്നതായും പരിശോധന സംഘം കണ്ടെത്തി. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് സ്കൂൾ മാനേജ്മെൻറ്റിന് 20,000 രൂപ പിഴ ചുമത്തി തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് കണ്ണൂർ നഗരസഭാ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ KR അച്യുകുമാർ, സ്ക്വാഡ് അംഗം ഷരീഖുൽ അൻസാർ, നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറായ K അനീഷ്, സുധി K, ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ മൊയ്തി AT എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ 19-കാരി ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. സംഭവം കോളേജിലേക്കുള്ള യാത്രക്കിടെ. പാപ്പിൻശ്ശേരി വെസ്റ്റിലെ ഫാത്തിമുത്തൽ CT ഷസിയ 19 മരണപ്പെട്ടത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. വെളിയാങ്കോട് MGM കോളേജിലെ B.Pharm വിദ്യാർത്ഥിയ ഷസിയ രാവിലെ കോളേജിലേക്കുള്ള യാത്രക്കിടെ സ്കൂൾ ബസ്സിൽ വെച്ചാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചെറുപുഴയിൽ പേപ്പട്ടിയുടെ ആക്രമണം. വളർത്തുമൃഗങ്ങൾക്ക് കടിയേറ്റു. കണ്ണൂർ ചെറുപുഴയിൽ പേപ്പട്ടിയുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. നിരവധി പേരുടെ വളർത്തുമൃഗങ്ങളെ കടിച്ചു. പാണ്ടിക്കടവിലെ സുരേഷ് കുര്യാശ്ശേരിയുടെ ആടിനെയും പട്ടിയെയും, ഷെർലി ജോസഫ് പുളിമൂട്ടലിൻ്റെ പശുവിനെയും, ജയൻ തൊഴുത്താനത്തിൻ്റെ പട്ടിയെയും, മാവിലവീട്ടിൽ രമേശിൻ്റെ പട്ടിയെയും കടിച്ചു. പ്രോപ്പയിൽ മുളപ്രയിലും വളർത്തുമൃഗങ്ങളെ കടിച്ചിട്ടുണ്ട്. കടിയേറ്റ മൃഗങ്ങൾക്ക് വെറ്റിനറി ഡോക്ടർ അലീഷ റോബിൻ എത്തി വാക്സിൻ നൽകി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. ദീദു, പാത്തു, കൊട ഇങ്ങനെ ആക്കിയാൽ കൊട പൊട്ടിപ്പോകൂലേ? ഇല്ല, ഒരിക്കലും പൊട്ടില്ല. ഈ ചാലോട് സ്ഥിതിയായിട്ടുണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാണ്.